അല്ലു എന്തെങ്കിലും ഒന്നും പറയേ. നമ്മൾ ഇന്ന് കല്യാണത്തിന് സദ്യ ഉണ്ടിട്ട് പോവാം. കല്യാണത്തിന് മുന്നിച്ചേട്ടൻ പിന്നെ കഴിക്കാം. ആദ്യം സദ്യ കഴിക്കാം. കരയിപ്പിക്കുക കുട്ടികളൊക്കെ. വിളിക്കാം. എപ്പോഴാണ് ചേട്ടന്റെ കല്യാണം എന്നാണ് അല്ലു ഉദ്ദേശിച്ചിരിക്കുന്നത്? എപ്പോഴാ എന്നായിരിക്കണം ഒരു ഏകദേശം എന്നായിരിക്കണം കല്യാണം? ഹലോ, സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടികളുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ അതൊരു ലക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? യെസ്, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് യു ആർ ഓൾ വെരി ബ്യൂട്ടിഫുൾ കുട്ടികളാണ്. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ണിച്ചേട്ടന് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. പിന്നെ ടെൻഷൻ കുറവാണ്. കുട്ടികളൊപ്പം കളിച്ചും ചിരിച്ച് ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റും. അപ്പോൾ മാളികപ്പുറം സിനിമയിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ഭയങ്കര ലക്കിയായിട്ട് ജയഗണേഷ് എന്ന സിനിമയിൽ റയൻ എന്ന് പറഞ്ഞ മോനുണ്ട്. അവന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞല്ലോ, അവന് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ ഹിയർ. ഈസ് ഓൾസോ ഗുഡ്. പിന്നെ ഇന്ന് നിങ്ങളെ ഈ ജയഗണേഷ് എന്ന സിനിമ ചെയ്തപ്പോൾ കുട്ടികളായത് ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നത്. നിങ്ങളൊക്കെ ഉണ്ണിച്ചേട്ടൻ്റെ ലക്കി ഫാക്ടർ ആയിരിക്കും. അതെ, ഉണ്ണിച്ചേട്ടൻ ഞങ്ങളെപ്പോലെ ഈ ഒരു പ്രായത്തിലുള്ളപ്പം ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ണിച്ചേട്ടൻ ഭയങ്കര ഇങ്ങനെ നെർവസ് ആൻഡ് ഞാൻ ഇത്രയൊന്നും സംസാരിക്കില്ല. എനിക്ക് നിങ്ങളുടെ അത്രയുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എനിക്ക്. ആൻഡ് ഐ തിങ്ക് എൻ്റെ അച്ഛനമ്മ അത് മനസ്സിലാക്കി ഒരു പോയിൻ്റ് ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ ആക്ടർ ആവണമെന്നും അല്ലെങ്കിൽ സിനിമകൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ വർ വെരി മോട്ടിവേറ്റിംഗ്. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നില്ലേ എല്ലാ കാര്യത്തിലും? ഇപ്പോൾ അമ്മ അച്ഛനെല്ലാം ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ മോൾക്കും എല്ലാവർക്കും. അലൂട്ടി അങ്ങനെയല്ലേ, ഭയങ്കര സപ്പോർട്ടിങ് അല്ലേ? അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ പാരൻസും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു. പിന്നെ തനിയെ ചെയ്യാൻ തുടങ്ങി. ബട്ട് ഈ ചെറുപ്രായത്തിൽ ഞാൻ ഇത്രയും മിടുക്കനൊന്നും ആയിരുന്നില്ല. ആദ്യമായിട്ട് കണ്ട സെലിബ്രിറ്റി? ഞാൻ ആദ്യമായിട്ട് കണ്ട സെലിബ്രിറ്റി ലൈഫിൽ ആദ്യമായിട്ട് അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്, നേരിട്ട് കണ്ടത്. എനിക്കൊന്ന് ഗിരീഷ് പുത്തഞ്ചേരി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഹമ്മദാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഈ അസോസിയേഷൻ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഒരു അരങ്ങേറ്റം ഒരു കുട്ടിയുടെ നടക്കണമെന്ന് അന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്, ഇവർ ഈ ഫ്ലിപ്പൊക്കെ അടിച്ച് കറങ്ങുകയൊക്കെ ചെയ്യും. ഇതൊക്കെ എവിടെ നിന്നെങ്കിലും പഠിച്ചേ? ഇപ്പോൾ പേടി തോന്നില്ല? ഇപ്പം എല്ലാം കൺട്രോളിലല്ലേ? പ്രാക്ടീസ് ചെയ്ത് വെരി ഗുഡ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങളും സിനിമയിലാ? ഇവിടെ എല്ലാവരും സിനിമ താരങ്ങളാണ്. ഏത് പടത്തിലാണ് വർക്ക് ചെയ്തത്? ടൊവിനോ? ആരെയും ഇഷ്ടം? ടൊവിനോനെയാണ് ഇഷ്ടമാണോ ഉണ്ണിമുഖത്തിനെയാണോ ഇഷ്ടം? പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാണ് ഇത്തിരി കൂടുതൽ ആരായിരിക്കും? എനിക്ക് തന്നെ വേണം. ആണല്ലേ? ഞാൻ പറഞ്ഞേക്കാം. ഫ്ലിപ്പ് ചെയ്യണ്ട. ഫ്ലിപ്പ് ഇവിടെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ആണോ? ഒന്ന് ട്രൈ ഔട്ട് ചെയ്താലോ? അടിപൊളി. എത്ര ടൈം എടുത്തു പഠിച്ചെടുക്കാൻ? കുറെ ടൈം എടുത്തോ പഠിക്കാൻ? 2 മാസം കൊണ്ട് പഠിച്ചു? 2 years എടുത്തു. കുഴപ്പമില്ല. ആദ്യമായിട്ട് കണ്ട നടി ആരാന്നാണോ ചോദിച്ചേ ലൈഫില്? ഓക്കെ. ആദ്യമായിട്ട് കണ്ട നടി ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് സിനിമയിലെ നായിക. അല്ല, അതിന് മുന്നേ ഞാൻ അനന്യയുടെ ഒപ്പമാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്, ഞാൻ തമിഴ് സിനിമയിൽ. പക്ഷെ അതിന് മുൻപ് ഞങ്ങളിങ്ങനെ കുറച്ച് ഓഡീഷൻ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശിവത അറിയോ? ശിവത വേറെ ആക്ട്രസ്സാണ് നമ്മുടെ കൂടെയുള്ള. അപ്പോൾ അവരും ഈ സിനിമയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു. എൻ്റെ റിയൽ പവർ എന്താ? ഐ തിങ്ക് എൻ്റെ റിയൽ പവർ എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെ വിചാരിച്ചാലും എനിക്കത് നേടാൻ സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇമാജിൻ മാത്രം ചെയ്യില്ല, ദെൻ ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഓവർ ഇറ്റ്. അത് ഇന്ന സമയത്തിൽ കിട്ടണമെന്നല്ല. ആരോട്?
ഉണ്ണിച്ചേട്ടനോ? ഓക്കെ, ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാൻ ഇതിന്റെ മുമ്പത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവരോടൊക്കെ. അപ്പം നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കരുത്. ഇല്ല ഞാൻ കേട്ടില്ല ഏതായാലും. അങ്ങനെയല്ല, കേട്ടു പക്ഷെ പറയില്ല. പറയില്ല. ഇങ്ങനെ പറ. അല്ല, എവിടെയോ ഞാൻ കേട്ടില്ലായിരുന്നു. പറയട്ടെ? യെസ്. ഒരു ലോലിപോപ്പ്, ഒരു കുട്ടി ഒരു കാട്ടിൽ അകപ്പെട്ടു. അപ്പൊ ആ കുട്ടീന്റെ കയ്യില് ലോലിപോപ്പ് ഉണ്ട്. ആ കുട്ടി എങ്ങനെ പുറത്തിറങ്ങും കാട്ടുന്ന്? ലോലിപോപ്പ് കഴിച്ചുകൊണ്ട് പുറത്തിറങ്ങും. കുസൃതി ചോദ്യമാണല്ലേ? ആരും പറയരുത്, കിട്ടിയാൽ അത് മനസ്സിൽ വെക്കണം. മനസ്സിൽ വെക്കാം. ഞാനും പറയുന്നില്ല, എന്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഞാൻ പറയണം. ഞാൻ പറയണം, വേറെ ആരും പറയണം. ഞാൻ പറയണത് ബാക്കി എല്ലാവരും മനസ്സിലായി. ബാക്കി എല്ലാരും മനസ്സിൽ, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ് വേറെ അതിനകത്ത് യാഥാർത്ഥ്യം. എന്നാ ഞാൻ സത്യം പറയട്ടെ, എനിക്കറിയില്ല. അറിയില്ല. ഒരു ക്ലൂവാ. ഓക്കെ പ്ലീസ്. എനിക്ക് അറിയില്ല ക്ലൂ. ഓക്കെ എന്നാ ഒരു ആൻസർ പറ. എന്താണ്, എങ്ങനെ വരും? പറയട്ടെ? പറഞ്ഞു. ആ ലോലിപോപ്പ് കഴിച്ചിട്ട് അതൊരു സന്തോഷവാനായിട്ട് അവനിക്ക് പോയി. ഞാൻ പറഞ്ഞില്ല ലോലിപോപ്പ് കഴിച്ചു പോകുന്നു. സന്തോഷവാൻ. സന്തോഷവാൻ. ശരി, ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ട്. ഞാനിത് പലയിടത്തും ഇറക്കും. ഞാനിത് ഒരു കാര്യം പറയട്ടെ? പറയൂ. അടുത്തത് വരാം. ഇതും കൂടെ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഓക്കെ ചോദിക്കൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരാള് ഒരു വീട്ടിന്റെ അകത്ത് ഇരിക്കാണ്. അവിടെ കത്തിയൊന്നുമില്ല. കത്തിയില്ല. കത്തി പോലെ ഒന്നും വെട്ടാനുള്ള സാധനം പോലെ ഒന്നുമില്ല. അവര് സ്വിച്ചും ലൈറ്റും പിന്നെ ഒരു ആപ്പിളോ ഉള്ളൂ. ഇത് ഇവർക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരും മിണ്ടല്ലേ? എന്നിട്ട് അപ്പം അയാൾക്ക് ആ ആപ്പിള് മുറിച്ചെന്നെ തിന്നണം. ഒരു ആപ്പിൾ ഉണ്ട് അയാളെ. അപ്പൊ അവിടെ കത്തിയൊന്നുമില്ല, പക്ഷെ ഒരു ലൈറ്റും സ്വിച്ചും ഉണ്ട്. എന്ത് ചെയ്യും? ലൈറ്റും സ്വിച്ചും ഉണ്ട്. ആപ്പിൾ മുറിച്ചേ കഴിക്കാൻ പാടും. ലൈറ്റ് സ്വിച്ച് എടുത്തിട്ട് ആ സ്വിച്ച് കൊണ്ട് മുറിക്കാൻ. ഇങ്ങനൊന്നും പറയരുത്. അല്ല, ഞാൻ സത്യമല്ലല്ലോ പറഞ്ഞേ. അത് ക്ലൂ ആയിരുന്നു. അല്ല, അത് ക്ലൂ അല്ല. അയ്യോ, ക്ലൂ തരുവോ? ആപ്പിൾ. പാവണ്ടി ചേട്ടനല്ലേ, ഒരു ക്ലൂ കൊടുക്ക. എന്തെങ്കിലും ക്ലൂ താ. ഇതന്നെ ക്ലൂ. അവിടെ ലൈറ്റും സ്വിച്ചും ഉണ്ട്, അത്രേ ഉള്ളൂ. ലൈറ്റ് ഇട്ടാ, അല്ല സ്വിച്ച് ഇട്ടാ ലൈറ്റ് വരും. ലൈറ്റ് കൊണ്ട് അടിക്കണ അറിയില്ല. പറഞ്ഞേ പറ്റും. ആ സ്വിച്ച് ഇട്ടിട്ട് ആ ലൈറ്റ് കത്തൂലേ? അപ്പൊ ആ കത്തി എടുത്ത് മുറിക്കും. സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും. കത്തി എടുത്ത് മുറിക്കും. സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തി. സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തി. ഞാനോ? എനിക്ക് എല്ലാ നല്ല ആക്ടേഴ്സിനെ ഇഷ്ടമാണ്. എനിക്ക് സ്പോർട്സിൽ കുറച്ച് പേര്, എനിക്ക് സൗരവ് ഗാംഗുലിനെ ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരെയും പോലെ. ഇപ്പം ഞാൻ നിങ്ങളുടെ ഫാനാണ്. ഹെയർ സ്റ്റൈൽ ഉണ്ണിച്ചേട്ടൻ ഇത്രയും മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പടം ചെയ്തപ്പോൾ അത് എന്നോട് മുറിക്കാൻ പറഞ്ഞു. ഗെറ്റ് സെറ്റ് ബേബി. ഇനി ഈ പടം കഴിഞ്ഞിട്ട് മുടി പിന്നെ മുറിച്ച് കളയും. ലുക്ക് ഇതാണ്, പക്ഷെ ഇങ്ങനെ ഓരോ ക്യാരക്ടർ വരുമ്പോൾ അനുസരിച്ച് മാറ്റണമല്ലോ. ഉണ്ണിയേട്ടൻ ഭയങ്കര ജിമ്മിലൊക്കെ പോകുന്ന ആളല്ലേ? ആ മസിലൊന്ന് കാണിച്ചിരുന്നു. അയ്യടാ, ഇങ്ങനെ ഒന്ന് വെച്ചാ മതി അല്ലേ? ഇങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? വേദനിപ്പിക്കുന്ന ചോദ്യമായി. ആക്ച്വലി നല്ലോണം പഠിക്കണം, ഒരുപാട് പഠിക്കണം. പക്ഷെ ഉണ്ണിച്ചേട്ടന് ഒരു സാഹചര്യം വന്നപ്പോൾ +2 വരെ പഠിച്ച് പിന്നെ വേറെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ പോയി. ബട്ട് ഐ തിങ്ക് ഒരു മിനിമം ഗ്രാജുവേഷൻ എങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒരു ഗ്രാജുവേഷൻ. അല്ലു പേടിക്കരുത്, നമുക്കിനി ഒരുപാട് നേരം പഠിക്കാനുണ്ട്. അല്ല, ഒന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഒന്നോ? എന്താ 1ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടെന്നോ? 1ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? 1, 2, 3 അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മോണ്ടിസോറിയോ? LKG, UKG പിന്നെന്തോ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫെയിൽ ആവാതെ +2 വരെ പഠിച്ചു. 12th കഴിഞ്ഞ് ശരിക്കും ഉണ്ണിച്ചേട്ടൻ വേറൊരു രീതിയിലേക്ക് പോയി, ഫിലിം ആയിട്ട് റിലേറ്റ് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ആക്ച്വലി എനിക്ക് ആദ്യം ക്രിക്കറ്റർ ആവണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. സ്പോർട്സിൽ ഏത് സ്പോർട്ടാണ് ഇഷ്ടം?
എന്റെ അബ്ബക്കും അമ്മക്കും എനിക്കും ഒക്കെ മെസ്സിനെ ഇഷ്ടം. ഫുട്ബോൾ Football. മെസ്സി ഫാൻസ് അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ. ആണോ? അതാണ് ഹെയർ സ്റ്റൈൽ ഉണ്ട് എല്ലാം. ഗോൾ അടിച്ചതിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ത് ചെയ്യും? സിമ്പിൾ സെലിബ്രേഷൻ കാണിച്ചതാ ഇങ്ങനെ എല്ലാവർക്കും അറിയില്ലല്ലോ. ജസ്റ്റ് കാണിച്ചു. കാണിച്ചോ ഇവിടെ വന്നിട്ട്. Okay. കൈയടിക്കാം. എടാ, ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരി. ഒന്നുകൂടെ കാണിച്ചോ. ഞാൻ കണ്ടു. ഇനി ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഒരു അത് ശരി. അടിപൊളി.